ഇപ്പോൾ ഈ പറഞ്ഞത് സത്യമാണ്. അമ്മമാർക്കും അച്ഛന്മാർക്കും പിള്ളേരെ പേടിയാണ്. പിള്ളേർക്ക് ഒരു മുറി വീട്ടിലുണ്ട്, വേണമല്ലോ. പിള്ളേർക്ക് പഠിക്കാനും ഇതിനൊക്കെ ആയിട്ട് അവരുടെ സ്വാതന്ത്ര്യത്തിന് ഒരു മുറി വേണം. എന്നാൽ വായിജിത്ത്, എനിക്കൊരു മുറി ഉണ്ടായത് ഞാൻ +2 പഠിക്കുമ്പോഴാണ്. അത് വേറൊരു ആവശ്യത്തിന് നമ്മൾ മുറി എന്നൊക്കെ പറഞ്ഞാൽ ചായ്പ് എന്ന് പറയൂല, ഓടിട്ട വീട്. ആ ഓടിൻ്റെ അവിടെ നിന്ന് പിന്നെ ആസ്ബസ്റ്റോസ് ഷീറ്റിങ്ങിനെ ഇട്ട് ഒരു എക്സ്റ്റൻഷൻ എടുക്കും. അപ്പോൾ എന്തോ ആവശ്യത്തിന് എക്സ്റ്റൻഷൻ എടുക്കാൻ നേരത്ത് ഞാൻ അച്ഛനുമായിട്ടൊരു 3 മാസം യുദ്ധം ചെയ്തിട്ട് ആ ചായ്പിനൊരു പാർട്ടീഷൻ ഉണ്ടാക്കി അത് എൻ്റെ മുറിയാക്കി മാറ്റി. അപ്പോഴത്തേക്ക് ഞാൻ +2 അന്നത്തെ പ്രീ ഡിഗ്രി കഴിഞ്ഞിരുന്നു എൻ്റെ. അപ്പോൾ പിള്ളേർക്ക് പഠിക്കാൻ പ്രത്യേകം മുറി വേണം എന്നൊക്കെയുള്ളത് ആ പ്രിൻസിപ്പിളൊക്കെ തെറ്റാണ്. ഞാനൊക്കെ പിന്നെ എങ്ങനെയാണ് പഠിച്ചത്? ഐ വാസ് ഫെയർലി എ ഗുഡ് സ്റ്റുഡൻറ്റ്. എൻ്റെ സ്കൂളിൽ ഞാൻ നമ്പർ 1 ആയിരുന്നു. എൻ്റെ സ്കൂളിൽ, യൂണിവേഴ്സിറ്റിയിലോ കേരളത്തിലോ ഒന്നുമല്ല. ബട്ട് ഒരു സ്കൂളിലെ നമ്പർ 1 എന്ന് പറഞ്ഞാൽ മിടുക്കൻ എന്ന് നമുക്ക് പറയാമല്ലോ. വേറെ അലങ്കാര വാക്കുകളൊന്നും ഡെക്കറേഷനൊന്നും ഇല്ലെങ്കിലും മിടുക്കനാണവൻ എന്ന് എന്നെപ്പറ്റിയും പറഞ്ഞു. എനിക്ക് ഒരു മുറി ഉണ്ടായിരുന്നില്ല. എങ്ങനെ പഠിച്ചു? എൻ്റെ വീട്ടിൽ കറണ്ട് വരുന്നത് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. 7ാം ക്ലാസ് വരെ എങ്ങനെ ഞാൻ പഠിച്ചു? അപ്പോൾ ഇത് പറയും, അല്ല അന്നത് ഇല്ലായിരുന്നു അതുകൊണ്ട് അങ്ങനെ പറ്റി, ഇന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് കൊടുക്കരുത്. ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിഷം എടുത്ത് കഴിക്കുമോ? വീട്ടിൽ ഇരിപ്പുണ്ടല്ലോ, കുറച്ച് കഴിച്ചേക്കാം. ഈ ഉണ്ടല്ലോ എന്നുള്ള ന്യായം ശരിയല്ല. ഇതൊക്കെ ലക്ഷറിയാണ് പിള്ളേർക്ക്. പണ്ട് ഐഡിയൽ സ്റ്റുഡൻറ്റിനെ സംസ്കൃതത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് കാകദൃഷ്ടി, ഭഗധ്യാനം, അല്പാഹാരം, ജീർണവസ്ത്രം. കാക്കയുടെ ദൃഷ്ടിയായിരിക്കണം ഇങ്ങനെ എല്ലാ സ്ഥലത്തും ദൃഷ്ടി എത്തത്തക്ക രീതിയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. പഠിക്കുമ്പോൾ ഭഗധ്യാനം, കൊക്കിനെ പോലെ ഇങ്ങനെ അസാമാന്യ കോൺസെൻട്രേഷൻ. കൊക്ക് ഇരുന്ന് ഉറങ്ങുകയാണെന്ന് നമുക്ക് തോന്നും. ബട്ട് മീൻ അതിലേ വന്നു കഴിയുമ്പോൾ കറക്റ്റായിട്ട് സ്പ്ലിറ്റ് സെക്കൻഡിൽ കൊത്തിയങ്ങെടുക്കും. അത്ര കോൺസെൻട്രേഷനിൽ വേണം പഠിക്കാൻ. അല്പാഹാരം, വീട്ടിലെത്ര ഭക്ഷണം ഉണ്ടെന്ന് വിചാരിച്ച് നോട്ടമൊന്നുമില്ല, ആഹാരം കുറയ്ക്കണം. അല്പാഹാരം. ജീർണവസ്ത്രം, കീറിയത് ഉടുക്കാവുള്ളൂ വിദ്യാർത്ഥി. ഒരു രീതിയിലും അവൻ്റെ ഈഗോയെ പാമ്പർ ചെയ്യരുത് എന്നർത്ഥം. ഒരു രീതിയിലും പാമ്പർ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് പിള്ളേരെ കൊണ്ട് സകല ജോലിയും ചെയ്യും. ഇന്നിപ്പോൾ ബാലവേല എന്ന് പറഞ്ഞ് പോലീസ് വിളിച്ചുകൊണ്ട് പോകും നമ്മളെ. ആശാരിയുടെ മകൻ, അവൻ ചെറുപ്പത്തിലെ ആശാരിപ്പണി പഠിച്ചാൽ എന്താ ദോഷം? എനിക്കത് മനസ്സിലാവണില്ല. ഉസ്താദ് അലാറഖയുടെ മകൻ സാക്കിർ ഹുസൈൻ്റെ മകൻ, അവൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല. കുറേ വർഷം മുമ്പ് അവൻ തീരെ കുഞ്ഞായിരിക്കുമ്പോൾ, കഷ്ടിച്ച് 3 വയസ്സുണ്ട്, ചെറിയ വിരൽ തബലയുടെ ആ നടുക്കൊന്നും എത്തില്ല. അലാറഖ അവനെ ഇരുത്തി തബല പഠിപ്പിക്കുന്നു. കുറേശ്ശെ പയ്യൻ കൊട്ടുന്നുണ്ട്. ആ പാരമ്പര്യം വരുമല്ലോ. ഇതുപോലെയല്ലേ, ഇത് കുറ്റകരമല്ലല്ലോ. ഇതുപോലെയല്ലേ ആശാരിയുടെ കൊച്ചുമകനെ ആശാരി പണി പഠിപ്പിക്കുന്നത്, മേസ്രിയുടെ പണി പഠിപ്പിക്കുന്നത്? ഇതൊക്കെ ബാലവേലയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ, ഞാൻ പറഞ്ഞ പാമ്പർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ അമുൽ ബേബി ആയിട്ട് വളർത്തിക്കൊണ്ടുവരിക, ചോദിക്കുന്ന സാധനങ്ങൾ മുഴുവൻ വാങ്ങിച്ചു കൊടുക്കുക. ഞാനോ വായിജിത്തോ ചെറുപ്പം, നമ്മൾ തമ്മിൽ ഒരു ജനറേഷൻ്റെ ഗ്യാപ്പുണ്ടെന്ന് തന്നെ വെച്ചു. ഈവൻ ദെൻ ധൈര്യമായിട്ട് ഞാൻ പറയാം, ചെറുപ്പത്തിൽ വായിജിത്ത് ചോദിക്കുന്ന എല്ലാ സാധനമൊന്നും ആരും വാങ്ങിച്ചു തരില്ല. കുറേ കരഞ്ഞ് ഗുസ്തി പിടിച്ച് കഴിയുമ്പോൾ 100 ഐറ്റം ചോദിച്ചു കഴിഞ്ഞാൽ 2 എണ്ണം കിട്ടിയാൽ ഭാഗ്യം. ഇതാണ്. ഞാൻ 4 വർഷം യുദ്ധം ചെയ്താണ് ഒരു കളിത്തോക്ക് വാങ്ങിയത്. ഒന്ന്, ഇൻ പ്രിൻസിപ്പിൾ എൻ്റെ അച്ഛൻ തോക്ക് വാങ്ങില്ല. വേറെ എന്ത് വേണമെങ്കിലും തോക്കൊന്നും, അല്ല അത് കളിത്തോക്കല്ല, കളിയാണെങ്കിലും കാര്യമാണെങ്കിലും തോക്ക് വേണ്ട, തോക്കെടുത്തുള്ള പ്രയോഗം വേണ്ട. ഇതൊക്കെയായിരുന്നു ഒരു പ്രിൻസിപ്പിൾ.
ഇതിപ്പോൾ അതിനൊന്നും ആർക്കും നേരമില്ല. അച്ഛനും അമ്മയ്ക്കും പിള്ളേർ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തന്നെ അച്ഛനും അമ്മയ്ക്കും ജോലിക്ക് പോകണം. അത് അച്ഛൻ പോകുന്നത് 150 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്താണ്. ട്രെയിനിൽ പോയിട്ട് വൈകുന്നേരത്തെ ട്രെയിനിൽ രാത്രി എത്തുമ്പോഴത്തേക്ക് 10:30 അമ്മ എത്തുമ്പോൾ 7:30 ഈ പിള്ളേർ ഇതിനോടകം എവിടെ പോകുന്നതെന്ന് ആർക്കും അറിയില്ല. എന്നാൽ അച്ഛനോ അമ്മയോ ജോലി രാജിവെച്ച് പിള്ളേരെ നോക്കാനായിട്ട് നിൽക്കാമെന്ന് വെച്ചാൽ അതിന് മാത്രം വരുമാനം, ഒരാളുടെ വരുമാനം കൊണ്ട് വീട് നടക്കാത്ത അവസ്ഥയായി. എൻ്റെ വീട് നടന്നുകൊണ്ടിരുന്നത് 2 പേർക്കും വരുമാനം ഇല്ലാത്ത കാലത്താണ്. ഈ കൃഷി എന്ന് പറയുന്നത് ഒരു ലക്കാണല്ല, ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. തെങ്ങിൽ എത്ര തേങ്ങ ഉണ്ടാകുമെന്ന് ആർക്കും അറിയില്ല. കുംഭമീന മാസം ആകുമ്പോൾ കുറച്ച് തേങ്ങ കൂടുതലായിരിക്കും, അല്ലാത്തത് കുറവായിരിക്കും. ചിലപ്പോൾ 3 4 ആയിരിക്കും, ചിലപ്പോൾ 12 15 ഒക്കെ ഉണ്ടാകും. ഈ അൺസർട്ടനിറ്റി നിറഞ്ഞ ഇതിൽ അന്തരീക്ഷത്തിൽ സമാധാനമായിട്ട് ഞങ്ങൾ ജീവിക്കുകയും കളിക്കുകയും ഉറങ്ങുകയും പിടിക്കുകയൊക്കെ ചെയ്തു. ഇപ്പോൾ അൺസർട്ടനിറ്റി കൊണ്ട് ടെൻഷൻ ഉണ്ടാകുന്നു. എൻ്റെ ചെറുപ്പത്തിൽ ടെൻഷൻ എന്നൊരു വാക്കില്ല, ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ടെൻഷൻ എന്നുള്ള വാക്ക് എൻജിനീയറിംഗ് കോളേജിലാണ് കേൾക്കുന്നത്. അത് ഈ ടെൻഷനാണ്, കമ്പി വലിച്ചു കിട്ടുന്ന ടെൻഷൻ. ഈ സ്റ്റഡി ഓഫ് മെറ്റീരിയൽസ് വരുമ്പോൾ അതിനകത്താണ് ടെൻഷൻ, ടോർക്ക് എന്നുള്ള വാക്കുകളൊക്കെ കേൾക്കുന്നത്. അല്ലാതെ അന്ന് ഈ മനസ്സിൻ്റെ ടെൻഷൻ എന്ന് പറഞ്ഞൊരു പ്രയോഗമില്ല ഭാഷയിൽ. അയാൾക്ക് ടെൻഷനായി എന്ന് പറയുക, അല്ലെങ്കിൽ അയാൾ ടെൻഷനിലാണെന്ന് പറയും, ഇങ്ങനൊരു ഏർപ്പാടേ ഇല്ല. മനപ്രയാസം എന്നൊക്കെ പറയും. അത് കേട്ടപ്പോൾ എനിക്ക് ആകെ മനപ്രയാസമായി എന്ന് പറയും. ഈ മനപ്രയാസമല്ല ടെൻഷൻ, മനസ്സിൻ്റെ ഒരു പ്രയാസമാണ് പ്രയാസം. അത് കുറച്ച് സമയം കഴിയുമ്പോൾ മാറും. ടെൻഷൻ ഒരു ചെറിയ സൈക്കോളജിക്കൽ ടിഞ്ചുണ്ട്. ഇതൊക്കെ പിന്നീട് വന്നതാണ്, അഥവാ വരുത്തിയതാണ്.